3 കോടി ഞാൻ വാങ്ങിച്ചു എന്ന് തെളിയിച്ചാൽ അതിൽ 2 കോടി തരാന്ന്. അത് ഞാൻ വാങ്ങിക്കാൻ വരാം. റസൂൽ പൂക്കുറ്റി പറയുന്നു 3 കോടി എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന്. ഒരു തെളിവ്. ഓൾറെഡി 40 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുവെന്ന് റസൂൽ പൂക്കുറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങിച്ചു തന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടി വാങ്ങിച്ചു തന്നു പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഡയമണ്ട് വാങ്ങിച്ചു തന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു എന്നൊക്കെ ഉള്ള വോയിസ് റെക്കോർഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടി തന്നെ പറയുന്ന പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സജന മറ്റുള്ളവരുടെ പ്രൂഫ്? അപ്പൊ 2 കോടി സജന താ. നമസ്കാരം. എല്ലാവരും എൻ്റെ ഇന്റർവ്യൂ കണ്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു, സപ്പോർട്ട് ചെയ്തു, ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അതിനുശേഷം വീണ്ടും സജന നൂർ എന്നെ വെല്ലുവിളിച്ചു കൊണ്ടിട്ട് വീഡിയോ ഇട്ടു. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. സജന നൂറിന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രൈം എടുത്തിട്ടുണ്ട്. സജന നൂറിന് ഫോൺ വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. സജന എന്തുകൊണ്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്? സജന എന്തുകൊണ്ടാണ് പോലീസ് കേസുമായിട്ട് സഹകരിക്കാത്തത്? സജന ആദ്യം അത് ചെയ്യും. അതുപോലെ തന്നെ ഡീഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എനിക്കെതിരെ നടത്തിയ പരാമർശം, നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചത്, നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തത് എല്ലാം വെച്ചുകൊണ്ടിട്ടുള്ള പരാതി ഡീഫമേഷനും ചേർത്ത് ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് 1-2 ദിവസം കഴിയുമ്പോൾ കോടതിയിലെ പ്രൊസീജിയർ ഓൺ ആയിക്കോളും. കാരണം ഡിഫമേഷന് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ടിട്ടാണ്. സജനയുടെ വെല്ലുവിളി ഞാൻ വീണ്ടും സമൂഹത്തിന്റെ മുമ്പിൽ പറയാണ്. കുറച്ചു പേർക്കും കൂടെ അതിനൊരു ക്ലാരിറ്റി കിട്ടാനുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ആര് വന്നാലും ഞാൻ ഈ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളാണ്. ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് ആർക്ക് ഞാനൊരു ഡ്രഗ് ഉപയോഗിക്കുന്ന ആളെന്ന് സംശയമുണ്ടോ അവർ വന്നാൽ അത് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. ഞാൻ വരാം. ഞാൻ നിങ്ങൾ വിളിക്കുന്ന എവിടെ വേണമെങ്കിലും വന്ന് ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് ഞാൻ വന്നിരുന്ന് കുറച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ ടെസ്റ്റിനൊക്കെ ഭയങ്കര പൈസയാവും. 1 രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കൂല. ഞാൻ ഓൾറെഡി ഡീഫമേഷൻ കേസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മാനം നശിപ്പിച്ചതിന് അവരെനിക്ക് പണം ഇങ്ങോട്ട് തരുന്നതല്ലാതെ ഞാനൊരു രൂപ അങ്ങോട്ട് തരില്ല. അതുപോലെ അങ്ങോട്ട് കൊടുത്ത് ഞാനൊരു കാര്യം ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇന്നലെ അവളുടെ വെല്ലുവിളി കണ്ടു. 3 കോടി ഞാൻ വാങ്ങിച്ചു എന്ന് തെളിയിച്ചാൽ അതിൽ 2 കോടി തരാന്ന്. അത് ഞാൻ വാങ്ങിക്കാൻ വരാം. 2 കോടി തരണം. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കണ്ടായിരുന്നു. അതിനകത്ത് സജന റസൂൽ പൂക്കുറ്റി പറയുന്നു 3 കോടി എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന്. ഒരു തെളിവ്. ഓൾറെഡി 40 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുവെന്ന് റസൂൽ പൂക്കുറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങിച്ചു തന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടി വാങ്ങിച്ചു തന്നു പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഡയമണ്ട് വാങ്ങിച്ചു തന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു എന്നൊക്കെ ഉള്ള വോയിസ് റെക്കോർഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടി തന്നെ പറയുന്ന പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സജന മറ്റുള്ളവരുടെ പ്രൂഫ്? അപ്പൊ 2 കോടി സജന താ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോടി ഇല്ലെങ്കിൽ 1 കോടിയെങ്കിലും വേണം. കുറച്ച് പാവം പിടിച്ച സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അതുപോലെ നിന്റെ ഹണി ട്രാപ്പിൽ പെട്ട കുറച്ച് പുരുഷന്മാരും ഉണ്ട്. ലക്ഷങ്ങളൊക്കെ പോയ പുരുഷന്മാര്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കൊണ്ട് താന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് ചിലപ്പം ഫീലാവും. അപ്പം നീ അവർക്ക് കൊടുത്താൽ മതി. അപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഭയങ്കര ഒരു വിഷമ ഘട്ടം കൂടി ഇതിനകത്തുണ്ട്. കാരണം ആ സങ്കടം പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യ ഷാദിത്തയോട് വളരെയധികം സ്നേഹത്തോടെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. നിങ്ങളുടെ മക്കളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാരണം ഈ ഫ്രോഡുകൾ രണ്ടും കാണിച്ച കാട്ടായിത്തരത്തിനൊക്കെ ഞങ്ങളോട് കള്ളം പറഞ്ഞതാണ്. റസൂൽ പൂക്കുറ്റി വിവാഹം ചെയ്തു എന്നും അതുപോലെ ഫിറോസ് ഖാൻ ഡിവോഴ്സ് ആയി എന്നും പറഞ്ഞാണ് ഈ റിലേഷൻഷിപ്പ്. അപ്പം ഞങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നോക്കിയിരുന്നില്ല. പിന്നെ പോകെയാണ് അറിഞ്ഞത് ഇവൾ കള്ളമാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്, ഈ പ്രശ്നങ്ങളൊക്കെ ആയി തുടങ്ങിയതിന് ശേഷം. അതിനാലാണ് ഞങ്ങൾക്ക് അങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. സോ അതിന് ഇത്ത ക്ഷമിക്കണം. ഈ സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടായിത്തരങ്ങളൊക്കെ തുടങ്ങി വെച്ചത് റസൂൽ പൂക്കുട്ടി ആണ്. റസൂൽ പൂക്കുട്ടി സജനേനെ ഇറക്കി ഫിറോസിക്കെതിരെ വീഡിയോ ചെയ്യിപ്പിച്ച് സജനയ്ക്ക് ഭയങ്കരമായ സിമ്പതി ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടി. ഫിറോസിക്ക സൂയിസൈഡ് അറ്റംപ്റ്റിന്റെ അവസ്ഥയിലെത്തി. അവിടെ നിന്ന് അയാളെ രക്ഷിച്ചു കൊണ്ടുവന്ന് അയാൾ എല്ലാ ഡീറ്റെയിലും വെച്ച് ക്ലിയർ ആയിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ സജനയുടെ ഇമേജ് പോകുന്ന സാഹചര്യത്തിലാണ് റസൂൽ പൂക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുടെ ക്ലിയർ കട്ടായിട്ടുള്ള പിക്ചർ വെളിയിൽ വരുന്നത്. ഇതുവരെയും അയാൾ പുറത്തേക്ക് വന്നിട്ടില്ല.
അയാൾക്ക് നല്ല രീതിയിലുള്ള ടോളറേറ്റിങ്ങും നല്ല രീതിയിലുള്ള അബ്യൂസിങ്ങും സജനയിൽ നിന്ന് കിട്ടിയിട്ട് പോലും അയാൾ പുറത്തേക്ക് വന്നിട്ടില്ല. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യങ്ങളൊന്നുമല്ല. അയാൾ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സജനയും റസൂൽ പൂക്കുട്ടിയും ചേർന്ന് ഈ സമൂഹത്തിൽ ഒരുപാട് വൃത്തികേട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ കുറേ അധികം വൈകിയതിന് ശേഷം ഞങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഞങ്ങളത് തുറന്നു പറയുകയും ഇവരെ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഷാദിത്ത വീണ്ടും പറയാണ്, നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഹലോ ഗൈസ്, ഞാൻ കുറച്ച് ലേറ്റായി പോയി. കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞു ഡീഫോമേഷൻ ഫയൽ ചെയ്തു എന്നുള്ളത്. അപ്പൊ അതിന്റെ കുറച്ചുകൂടെ പ്രോസസ്സുകളുണ്ട്. 2-3 ദിവസം എടുക്കും അത് ഫയലായി വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ പുറകിലുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്കാണ് ഞാനൊരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. സിനി ഫയലിനാണ് ഞാൻ ആ ഇന്റർവ്യൂ കൊടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കാന്ന് പറഞ്ഞു. ആ ചാനലിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇന്റർവ്യൂ കൊടുക്കാൻ. അവരെല്ലാം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാൻ അവരെ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇല്ല ഇവിടെ ഇത് ക്യാമറ ഇല്ല, അതില്ല, അപ്പം കുറച്ച് ഡിലേ ആവും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ വെറുതെ അവരെടുത്ത് ഇട്ടിട്ട് ചുമ്മാ ചെറിയം പോലെ ഇരുന്നിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, നിങ്ങൾ സെറ്റിൽമെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലേ എന്ന് പറഞ്ഞപ്പം, ചേച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു കാരണവശാലും അത് എടുക്കരുത്, അത് അനാവശ്യമായിട്ടുള്ള അലിഗേഷൻ പറയാൻ വേണ്ടി മാത്രമാണ്, അതെന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുമെന്നൊക്കെ ആരോ ഏതോ ഒരു പ്രമുഖൻ പറഞ്ഞതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും നമുക്ക് എന്തെങ്കിലും വേണമല്ലോ. അപ്പൊ നമ്മൾ ഇവിടുത്തെ സിനി ഫയൽ ബിജിത്ത് ടീമും എന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ പോയി എടുത്തു. ഇതുവരെയും എഡിറ്റിംഗ് ഒക്കെ ഇപ്പോഴാണ് കഴിഞ്ഞ ഒരുവിധം പറ്റുന്ന രീതിയിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. റസൂൽ പൂക്കുട്ടി ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് അയാളുടെ AI വീഡിയോ, AI ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, അതിന്റെയൊക്കെ പ്രൂഫ്, കൃത്യമായിട്ടുള്ള കുറേ അധികം പ്രൂഫുകൾ ഞാൻ എന്റെ യൂട്യൂബ് ലിങ്കിൽ അത് എന്റെ യൂട്യൂബ് ചാനലല്ല, സിനി ഫയലിന്റെ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിച്ചത് മുതൽ ഞാൻ ആലോചിച്ച് പുറകിൽ നടന്ന മാതിരിയൊന്നും എനിക്ക് മറ്റേ ഇത് കിട്ടിയില്ല, എന്താ പറയാ, റീച്ചുള്ള ചാനൽ കിട്ടിയില്ല. അപ്പൊ കിട്ടിയ റീച്ച് കൊണ്ടിട്ട് നിങ്ങൾ എന്നെ കുറച്ചുകൂടെ ഒന്ന് ഉയർത്തി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പൊ റസൂൽ പൂക്കുട്ടിയിട്ട AI വീഡിയോ, അതാണല്ലോ AIയുടെ എന്താ ഒരു നോട്ടീസ്, വക്കീൽ നോട്ടീസുമായി ബന്ധപ്പെട്ടിട്ട് റസൂൽ പൂക്കുട്ടി അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, പൂക്കുട്ടി ഒരു കാര്യം ചെയ്യണം, സജന നൂറിന്റെ പേരിൽ ആദ്യം കേസ് കൊടുക്കണം. കാരണം സജന നൂറിന്റെ അക്കൗണ്ട് വഴിയാണ് ഇതെല്ലാ സാധനങ്ങളും വെളിയിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം മറ്റു യൂട്യൂബ് ചാനലുകളെയും മറ്റാളുകളെയും ടാർഗറ്റ് ചെയ്തിട്ടോ 250 ചാനലുകൾക്കെതിരെ കൊണ്ടുപോയി സജന നൂറിനെ കൊണ്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിച്ചിട്ടൊന്നും ഒരു തേങ്ങ എടുക്കാൻ പോകുന്നില്ല. സജന നൂറിനെതിരെയാണ് ഫസ്റ്റ് നിങ്ങൾ പരാതി കൊടുക്കാറുള്ളത് ആദ്യം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി വാ. നിങ്ങൾ ഈ ഒളിച്ചിരിക്കല്ലേ, നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇറങ്ങി വന്നിട്ടൊന്ന് പറ, കഥകളൊക്കെ ഒന്ന് പറ. കാര്യമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നതൊക്കെ വളരെ കുറച്ചാണ്. പ്രൂഫുകളൊന്നും ഞാൻ അധികം സബ്മിറ്റ് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് പ്രൂഫുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പം ബാക്കി പ്രൂഫുകളൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ റസൂൽ പൂക്കുട്ടി ഇറങ്ങി വരും. ഒരു കാര്യം ചെയ്യും, എനിക്കെതിരെ വല്ല കേസാകണം കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ചെയ്യും. അതാണ് ബെസ്റ്റ്. ഓക്കെ, റസൂൽ പൂക്കുട്ടി രംഗത്തോട്ട് ഇറങ്ങി വരും. എന്നാലേ നമുക്കതൊരു രസമുള്ളൂ. കാരണം എന്ന് വെച്ചാലേ ഈ അപ്പുറത്തും അടുപ്പിച്ച് ഇപ്പുറത്തും അടുപ്പിച്ച് തമ്മിൽ തല്ലിച്ച് അവളെ വെച്ചിട്ട് അവളെ ഭർത്താവിനെ അടുപ്പിച്ച് അവളെ വെച്ചിട്ട് അവളെ കൂട്ടുകാരെ അടുപ്പിച്ച് ഇവള് തന്നെ ഇത്രയും വലിയ ഫ്രോഡും കാണിച്ച് അയ്യോ എന്റെ പൊന്നേ എനിക്ക് വയ്യ. അപ്പം അതല്ലേ രസം. എന്തായാലും സജനേനെ ഇറക്കി വെച്ച് ഇത്രയും വൃത്തികെട്ട അലിഗേഷൻ, നിങ്ങൾ വിചാരിച്ച ആളെ മാറിപ്പോയി, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. ഞാൻ ദിയാസനയാണ്. ഓക്കെ, ദിയാസനെ സംബന്ധിച്ച് ലഹരി ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല അതിനെ പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളാണ്. ഏതെങ്കിലും തരത്തിൽ അത്തരം വിഷയങ്ങളെ എതിർപ്പോടുകൂടി കാണുകയും അതിനെ അത്തരത്തിലുള്ള പ്രവണത ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം തൂഫാന്റെ ഒക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളൊക്കെയാണ്. മുൻപ് വർഷങ്ങളായിട്ട് ഞാൻ അറിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പം സജന ഇത് പറയുമ്പോൾ സജനയും സനയെ സംബന്ധിച്ചൊരു സുഹൃത്തുക്കളാണ്. അവരത്രയും അടുപ്പമുള്ള മനുഷ്യരായിരുന്നു. അവർക്കിടയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തർക്കം ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഞാൻ ആലോചിക്കുന്നു, എൻ്റെ ഒരു വിശ്വാസം എന്നുള്ളത്, നമുക്കൊരാൾക്കെതിരെ അലിഗേഷൻ പറഞ്ഞാൽ അത് വെറും അലിഗേഷൻ മാത്രം
മാത്രം, ആരോപണം മാത്രമാണ്. തെളിവില്ലാത്തൊരു ആരോപണം പറയുന്ന സമയത്ത് ദിയാസിനെ അവിടെ ആക്രമിക്കപ്പെടാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്തിനിട്ട് കൊടുക്കുന്നു? സജനയ്ക്കെതിരെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ സൈബർ ഇടത്തുണ്ടായിരുന്ന ചർച്ചാ വിഷയങ്ങളെ ഒന്ന് മാറ്റാനായിട്ട് മറ്റൊരു വിഷയം സമൂഹത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ഒരു പഴയ വിഷയം ആൾക്കാർ മറക്കുകയും പുതിയൊരു വിഷയം, ഈ പറഞ്ഞ സനയുടെ വിഷയം കുറച്ചും കൂടി ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് സജനയ്ക്ക് അറിയാം. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സജന പറഞ്ഞൊരു ഫേക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാത്രമേ എനിക്കതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം മുൻപുണ്ടായ ചർച്ചയൊന്നും മങ്ങലേൽപ്പിക്കാനും പുതിയൊരു ചർച്ച ഉണ്ടാക്കാനും, കാരണം ഇപ്പം നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ മറന്നു, പുതിയ സംസാരത്തിൽ പുതിയ രീതിയിൽ ഈ സനയെ ചേർത്തുകൊണ്ടൊരു അലിഗേഷൻ അവിടെ പറയണം. അപ്പോൾ സജന പറഞ്ഞതിനോട് ഒരു വ്യക്തതയും ഇല്ല കാര്യത്തിൽ. കാരണം അങ്ങനെ ഒരാൾ ഉപയോഗിച്ചപ്പോൾ നാളെ എനിക്കെതിരെ ഒരാൾ പറയണേ ഞാനിങ്ങനെ ആണ് ഇല്ലേ എൻ്റെ സ്വഭാവം ഇതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും അലിഗേഷൻ. നമുക്ക് തെളിവില്ലാത്തൊരു വിഷയത്തിൽ എനിക്കിപ്പോൾ ആരെ പറ്റിയും എനിക്കൊന്നും പറയാനുള്ള ധൈര്യം അവകാശമുണ്ടോ? ഇല്ല. എനിക്ക് പറയാൻ അവകാശമുള്ളത് എന്താണ്? എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ, ഇതിപ്പം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നെങ്കിൽ അത് ഇപ്പം ഉണ്ടായ ഇവർക്കിടയിൽ തർക്കത്തിന് ശേഷമല്ലല്ലോ അത് പറയേണ്ടത്. നമുക്കതിനുള്ള ഒരു സാഹചര്യവും സമയമൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതും എനിക്ക് തോന്നില്ല, വളരെ അടുപ്പം കുറച്ച് നാൾ മുൻപ് വരെ വളരെ സ്നേഹത്തിലുള്ള രണ്ട് മനുഷ്യരായിരുന്നു. അപ്പം ഇതിനൊരു തെളിവില്ലാത്ത രീതിയിൽ നമുക്ക് ആരോപണം പറഞ്ഞാൽ അത് ഫേക്ക് അലിഗേഷനായിട്ട് ഞാൻ കാണുന്നത്. മാത്രമല്ല നമുക്കൊരു ഡീഫോമേഷന് കേസ് കൊടുക്കാനുള്ള സാധ്യത കൂടി ആ വിഷയത്തിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സന അത് ഡീഫോമേഷനായിട്ട് മുന്നോട്ട് പോട്ടെ എന്നുള്ളതാണ്. എല്ലാ തരത്തിലും ഐക്യദാർഢ്യം വിഷയത്തിലുണ്ട്.